നമുക്കിവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. സിമ്പിൾ ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ നമ്മൾ പരീക്ഷാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരാമെട്രിക് ഫങ്ഷൻസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, എന്താ? dy ബൈ dx കണ്ടുപിടിക്കണം. എന്തിൻ്റെയാ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x മൈനസ് വൈ ഈസ് ഈക്വൽ ടു പൈ എന്നാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഡെറിവേറ്റീവ്, അതായത് ഫൈൻഡ് dy ബൈ dx. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇടതുവശം എടുക്കുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വരും. റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്തെന്ന് വരും? പൈ എന്നും വരും. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒന്നാണ്. വൈയുടെ ഡെറിവേറ്റീവോ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇനി പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ? ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി എക്സ് മാത്രം അവിടെ ഇട്ടിട്ട് നമ്പർ അപ്പുറത്ത് പോകും. +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. പക്ഷേ ഇവിടെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ വില നെഗറ്റീവാണ്. നെഗറ്റീവ് കൂടെ ആയാൽ പോസിറ്റീവ്. അപ്പോൾ ഉത്തരം കിട്ടിയായി ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എത്രയായി? 1 ആയി. ഒന്നും കൂടെ എക്സ് മൈനസ് വൈ എത്രയും തന്നിരുന്നു? പൈ എന്ന് തന്നിരുന്നു. നമ്മൾ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. പൈയുടെ ഡെറിവേറ്റീവ് എന്താ? 0. അതെങ്ങനെയാ? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ? വേരിയബിൾ എടുത്ത് നമ്പർ എടുത്ത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോട്ടെക്സ് എന്നാണ് തന്നിരിക്കുന്നത്. y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോട്ടെക്സ്. y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോട്ട് എക്സ് എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ എഴുതിയതുപോലെ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വലതുവശം വരുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓ സൈൻ കോട്ടെക്സ് എന്ന് വരുന്നു. സൈൻ കോട്ടെക്സ്. ഇതങ്ങ് പൊത്തിയാൽ, കോട്ടെക്സ് അങ്ങ് പൊത്തിയാൽ പിന്നെ എന്തായി? സൈൻ എക്സ് എന്നായില്ലേ? അതായത് സൈൻ എക്സ് എന്ന മോഡലായി. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? കോസ് എക്സ്. അപ്പോൾ കോസ് കോട്ടെക്സ്. എക്സിന് പകരം എന്താണ് തന്നിരിക്കുന്നത്? കോട്ടെക്സ് ആണ്. അത് അതുപോലെ എഴുതി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് അല്ലാതെ എന്ത് വന്നാലും എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ എക്സ് അല്ലാതെ വന്നിരിക്കുന്നത് എന്താ? കോട്ടെക്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കുന്നു. ഓക്കെ. റൈറ്റ് സൈഡിൽ ബാക്കി അതുപോലെ എഴുതണം. കോസ് കോട്ടെക്സ് അതുപോലെ എഴുതണം. ഇൻറ്റു കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ്? പഠിച്ചു വെച്ചോണ്ട് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പോൾ ആൻസർ എന്ത് വരും? നെഗറ്റീവ് ആദ്യം കൊടുക്കുന്നു, കൊസീക് സ്ക്വയർ രണ്ടാമത് എഴുതുന്നു, പിന്നെ കോസ് കോട്ടെക്സ് എന്ന് എഴുതുന്നു. ഓക്കെ. നമുക്ക് ആൻസറായി. ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. മനസ്സിലായി? ഒന്നുകൂടെ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുത്തു. സൈൻ എക്സ് എന്നത് പൊത്തിയാൽ സൈൻ എക്സ് എന്ന മോഡലായി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കോസ് എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സിന് വന്നത് അതുപോലെ എഴുതണം. പിന്നെ എക്സ് വന്നത് ഇവിടെ എന്താ? കോട്ടെക്സ് ആയിട്ടാണ്. അപ്പോൾ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ എഴുതണം. കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു വെച്ചിട്ടുണ്ട്. മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. മൈനസ് ആദ്യം എഴുതി, കൊസീക് സ്ക്വയർ പിന്നെ എഴുതി. അടുത്തത് കോംപ്ലിക്കേഷൻ. ഓക്കെ. കോസ് കോട്ടെക്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ? y, അതായത് നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നു? ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇടതുവശം എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ്. റൈറ്റ് സൈഡോ ഡി വൈ ഡി എക്സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ എഴുതണം. ഈ സ്റ്റെപ്പ് പരീക്ഷയ്ക്ക് എഴുതിയതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാൻ തുടങ്ങാവൂ. ഈ സ്റ്റെപ്പിന് മാർക്കുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നു സൈൻ എക്സ്. ഇതങ്ങ് പൊത്തിയേ. കോസ് എക്സ് സ്ക്വയർ പൊത്തിയാൽ പിന്നെ നമുക്ക് വരുന്നത് സൈൻ എക്സ് എന്നല്ലേ? അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? പഠിച്ചു വെച്ചിട്ടുള്ളത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. എക്സിന് പകരം വന്നത് എവിടെ എന്താ? കോസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ. കോസ് എക്സ്. ഇനി നമ്മൾ പഠിച്ചു എക്സിന് പകരം എന്താണോ വരുന്നത് അതിന് ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ. എക്സ് അല്ലാതെ എന്ത് വന്നാലും ഒരിക്കൽ കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? ഡി വൈ ഡി എക്സ് ഓഫ് എന്തെടുക്കുന്നു? കോസ് എക്സ് സ്ക്വയർ എടുക്കുന്നു. ഉത്തരം പറഞ്ഞോളൂ. ഈ എഴുതുന്നത് അതുപോലെ എഴുതണം. കുറച്ച് സ്റ്റെപ്പ് അധികം വരും എന്നതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ നോക്കിക്കേ കോസ് എക്സ് സ്ക്വയർ എന്നല്ലേ? വീണ്ടും നമ്മൾ എക്സ് സ്ക്വയർ പൊത്തിയാൽ പിന്നെ വരുന്നത് കോസ് എക്സ് അല്ലേ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പോൾ മൈനസ് സൈൻ എക്സ് സ്ക്വയർ എന്നല്ലേ? ഇൻറ്റു ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം, എക്സ് സ്ക്വയർ ആണ്, എക്സ് അല്ല വന്നത്, എക്സ് സ്ക്വയർ ആണ് വന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ എടുക്കണം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അത് ഞാൻ അങ്ങ് എഴുതി ഒരിക്കൽ കൂടെ എടുക്കണമെന്ന് എഴുതിയില്ല. ഒന്നും കൂടെ നോക്കൂ. കോസ് എക്സ് സ്ക്വയർ മുകളിലത്തേലുണ്ട്. അത് അതുപോലെ താഴെ എഴുതി. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin
മൈനസ് സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ ഇട്ടു, എക്സിന് പകരം വന്നത് എന്താണോ അത് അതുപോലെ എഴുതുക എക്സ് സ്ക്വയർ. പിന്നെ നമ്മൾ എക്സിന് പകരം വന്ന എക്സ് സ്ക്വയർ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് എഴുതി. അപ്പം അങ്ങനെ അവസാനം വരെ ചെയ്തു പോകാം. ഇനി ആൻസർ നോക്കിയോ, ഇല്ല മൈനസ് ആദ്യം എഴുതി, 2x രണ്ടാമത് എഴുതി, സൈൻ എക്സ് സ്ക്വയർ എഴുതി, പിന്നെ കോസ് എന്തെഴുതി, കോസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതി പോവേണ്ടത്. dx കിട്ടിയില്ലേ? ഓക്കെ, മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, എന്താ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് വൈ എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് വൈ. ഇവിടെയും നമ്മൾ എന്ത് തന്നെ ചെയ്ത് നോക്കിക്കോളൂ, പെട്ടെന്ന് ഞാൻ ചെയ്യുന്നതിന് മുമ്പേ ചെയ്തോളൂ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്താ വന്നത്, സൈൻ എക്സ് വൈ എന്നല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉത്തരം പറഞ്ഞു, ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്, അപ്പുറം അപ്പുറം ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ ഇവിടെ വരുന്നത് എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വരുന്നു. റൈറ്റ് സൈഡ് വന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് വൈ എന്ന് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് ആൻസർ എഴുതാം. എക്സിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാണ്. വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ് എഴുതി. അടുത്തത് സൈൻ എക്സ് വൈ ഡെറിവേറ്റീവ് എന്താ, സൈൻ എക്സ് വൈ എക്സ് വൈ അങ്ങ് കൊത്തിയാൽ പിന്നെ വരുന്നത് കോസ് എക്സ് എന്നല്ലേ. അപ്പൊ കോസ് എക്സ് വൈ എന്നല്ലേ വരുന്നത്, ഇൻറ്റു. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, ഈ എക്സ് വൈ എന്നുള്ളത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ, എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്തിന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1. മനസ്സിലായി? ഒന്നുകൂടെ സൈൻ എക്സ് വൈ ഡെറിവേറ്റീവ് നമ്മൾ എഴുതി, കോസ് എക്സ് വൈ. ഇനി എക്സ് അല്ല വന്നത്, എക്സ് വൈ ആണ് വന്നത്. അപ്പൊ എക്സ് വൈ ഡെറിവേറ്റീവ് ഒരിക്കലും എടുക്കണം. അതെങ്ങനെ എടുക്കണം, രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്പിൾ ആണ് വന്നേക്കണം. അപ്പൊ നമ്മൾ എന്ത് റൂൾ അപ്ലൈ ചെയ്യും, പ്രോഡക്റ്റ് റൂൾ. എങ്ങനെയാ പ്രോഡക്റ്റ് റൂള്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ഏതാ, എക്സ് ആണ്. എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ എന്താ, വൈ ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ, 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് അതുപോലെ തന്നെ കിടന്നോട്ടെ. അപ്പുറത്ത് ഓപ്പൺ ചെയ്യാം, കോസ് എക്സ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, ഓപ്പൺ ചെയ്യാതെ ഒറ്റയടിക്ക് എഴുതാൻ അറിയാന്നുള്ളവർ അങ്ങനെ എഴുതിയാൽ മതി. കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. അടുത്ത സ്റ്റെപ്പില് കോസ് എക്സ് വൈ ഇൻറ്റു വൈ എന്നും വരും. ഓക്കെ, ഇതിൽ ഏതിലൊക്കെയാ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളത്, ഇതിലും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇതിലും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്ന് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സിന് കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ ഡി വൈ ബൈ ഡി എക്സിനെ ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് ഭാഗിച്ചാൽ പിന്നെ വരുന്നു 1. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ആയി, പ്ലസ് എന്നുള്ളത് മൈനസ് ആയി. എന്താ പിന്നെ വരുന്നത്, എക്സ് കോസ് എക്സ് വൈ എന്ന് വരുന്നു. എക്സ് കോസ് എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ പുറത്തിട്ടിട്ടുണ്ട്. ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള നമ്പർ ഏതാ, വൈ കോസ് എക്സ് വൈ, വൈ കോസ് എക്സ് വൈ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊണ്ടുപോകേണ്ട നമ്പർ ഏതാ, 1 ആണ്. അത് അപ്പുറത്ത് പോയപ്പോൾ -1 ആയി. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള, ഡി വൈ ബൈ ഡി എക്സ്. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലെ നമ്പറിനെ ലെഫ്റ്റ് സൈഡിലെ ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എഴുതുന്നു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഉത്തരം പറഞ്ഞോളൂ, വൈ കോസ് എക്സ് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താ വന്നത്, വൈ കോസ് എക്സ് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് കോസ് എക്സ് വൈ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. എക്സ് കോസ് എക്സ് വൈ. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയ മനസ്സിലായല്ലേ. ഒന്നും കൂടെ ഈ റൈറ്റ് സൈഡിലെ നമ്പറിനെ ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു, y ഈസ് ഈക്വൽ ടു എന്താ വന്നിരിക്കുന്നത്, സീക്ക് ടാൻ എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. y ഈസ് ഈക്വൽ ടു സീക്ക് ടാൻ എക്സ്. അപ്പൊ ഇവിടെ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മുടെ മൈൻഡിൽ ഓടി വരണം. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, സീക്ക് എക്സ് ടാൻ എക്സ്. നമുക്ക് എഴുതാം, y ഈസ് ഈക്വൽ ടു സീക്ക് ടാൻ എക്സ്. ഇവിടെ സീക്കിന്റെ ആംഗിളായിട്ടാണ് ടാൻ എക്സ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റെപ്പ് എന്തിനെ എഴുതുന്നു, ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. എപ്പോഴും അത് എഴുതണം, ടേക്കിംഗ്. അപ്പൊ ഇടതുവശം എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ്. റൈറ്റ് സൈഡോ ഡി ബൈ ഡി എക്സ് ഓ സീക്ക് ടാൻ എക്സ്, സീക്ക് ടാൻ എക്സ്. ഓക്കെ, ഇനി നമ്മൾ ഈ ടാൻ എക്സ് അങ്ങ് പൊത്തിയാൽ പിന്നെ വരുന്നത് സീക്ക് എക്സ് നമ്മളെ മൈൻഡിൽ ഓടി വരുന്നു. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, എന്താണ്, സീക്ക് എക്സ് ടാൻ എക്സ്. ഉത്തരം എഴുതിക്കോളൂ, സീക്ക് എക്സ് ടാൻ എക്സ്. എക്സിന് പകരം എന്താ കിടക്കുന്നത്, സീക്ക് ടാൻ എക്സ്. അപ്പൊ സീക്ക് എക്സ് ടാൻ എക്സ് എന്നാണ് സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ്. സീക്ക് എക്സ് ടാൻ എക്സ്, സീക്ക് ടാൻ എക്സിന് പകരം എന്താ കിടക്കുന്നത്, ഇവിടെ സീക്ക് എക്സ്, എക്സിന് പകരം ടാൻ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്, എക്സിന് പകരം എന്താ, ടാൻ എക്സ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് എഴുതി. ഇൻറ്റു ഇവിടെ എന്തിന്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ എടുക്കണം, ഡി ബൈ ഡി എക്സ് ഓ ടാൻ എക്സ്. എന്താ കാര്യം, എക്സ് അല്ല
ടാൻ എക്സ് ആണ് വന്നത്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ എടുത്തു. എന്താ ഉത്തരം? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഇത് വന്നത് മനസ്സിലായില്ല. സീക്ക് എക്സിന് പകരം വന്ന ടാൻ എക്സ് ആണ്. അപ്പോൾ സീക്ക് എക്സ് ആയി. ഇനി ടാൻ എക്സ്, ടാൻ അതുപോലെ എഴുതി എക്സിന് പകരം വന്ന ടാൻ എക്സ് ആണ്. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് ഇൻറ്റു ഈ എക്സ് അല്ല വന്നത്, ടാൻ എക്സ് ആണ് വന്നത്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ. ഇനി അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതിയതിന് ശേഷം എഴുതാം. ഇനി അതിൻ്റെ ആൻസർ മുകളിലുള്ളതെല്ലാം അതുപോലെ വരും. സി സി ടാൻ എക്സ് അത് അതുപോലെ എഴുതി. അടുത്തത് ടാൻ ഓഫ് ടാൻ എക്സ് അതുപോലെ എഴുതി. ഇൻറ്റു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ? സീക്ക് സ്ക്വയർ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. ആൻസർ ആയി കഴിഞ്ഞു. നമ്മൾ ഇതിലൊന്നും മാറ്റം വരുത്തേണ്ട. വേണമെങ്കിൽ ഇൻറ്റു അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ്. എക്സിന് പകരം വന്നത് ടാൻ എക്സ് ആണ്, അതുകൊണ്ട് സീക്ക് ഓഫ് ടാൻ എക്സ് എഴുതി. ടാൻ ഓഫ് ടാൻ എക്സ് ഇൻറ്റു എക്സ് അല്ല ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒരിക്കൽ കൂടെ സി സ്ക്വയർ എക്സ്. ഓക്കെ, ഇത്രയും മനസ്സിലായി. അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോ കാണാം. മറ്റേ